ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വൈറ്റ് സോസ് പാസ്തയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 2 കപ്പ്, അത് ഏകദേശം ഒരു 200 ഗ്രാം വരും പാസ്ത എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കറോണി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാസ്തയും വേണ്ടി എടുക്കാം. ഞാനിപ്പം ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാസ്ത വേവുവാൻ ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി നമുക്ക് ഈ വെള്ളം തിളക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനിയൊരു 1/4 വേവ് ആകുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഒരു 80 to 90% കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ത് പോകാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പ് കുറച്ച് 1-2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ തന്നെ നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും അതുപോലെ ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് നമ്മുടെ വെജിറ്റബിൾസ് ഒലീവ് ഓയിൽ കിടന്നിങ്ങനെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് ഒന്ന് ചിക്കിയെടുത്ത ചിക്കൻ ചേർക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പകരം വേണമെങ്കിൽ മഷ്റൂമോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസോ എന്തെങ്കിലും ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ കുറച്ച് പെപ്പറും അതുപോലെ ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അങ്ങനെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു 2-3 മിനിറ്റ്, നമ്മുടെ ചിക്കൻ ഓൾറെഡി ഫ്രൈഡ് ആയതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ചെറുതീയിലൊന്ന് ഇതൊന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. റെഡിയായ ചിക്കൻ വെജിറ്റബിൾ മിക്സ് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പാസ്തയിലേക്ക് വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മെൽറ്റായി വന്ന ബട്ടറിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് വരും. അങ്ങനെ 2-3 മിനിറ്റ് ഈ ബട്ടറിൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായി ഒന്ന് കളറ് മാറി തുടങ്ങിയ മൈദയിലേക്ക്
നമുക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ സോസിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയാണ്. നിങ്ങളുടെ വൈറ്റ് സോസിന് കുറച്ച് കട്ടിയൊക്കെ കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ സോസ് റെഡിയാണെങ്കിൽ ഇത് നമ്മുടെ ഈ തവയിൽ കോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ റെഡിയായ നമ്മുടെ ഈ വൈറ്റ് സോസിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാസ്തയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഈ വൈറ്റ് സോസിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് ചീസ് വേണമെങ്കിൽ എടുക്കാം. മോസറല്ല ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീസി ചിക്കൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ചീസി ചിക്കൻ വൈറ്റ് സോസ് പാസ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.